والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما من عملهم من شيء كل امرئ بما كسب رهين وامددناهم بفاكهة ولحم مما يشتهون يتنازعون فيها كأسا لا لغو فيها ولا تأثيم ويطوف عليهم غلمان لهم كأنهم لؤلؤ مكنون وأقبل بعضهم على بعض يتساءلون قالوا إنا كنا قبل في أهلنا مشفقين فمن الله علينا ووقانا عذاب السموم إنا كنا من قبل ندعوه إنه هو البر الرحيم فذكر فما أنت بنعمة ربك بكاهن ولا مجنون. സത്യവിശ്വാസികളും വിശ്വാസത്തിൽ അവരെ അനുഗമിച്ച അവരുടെ സന്താനങ്ങളും സ്വർഗത്തിൽ അവരുടെ സന്താനങ്ങളെ നാം അവരോട് ചേർത്തിരിക്കുന്നു. അവരുടെ കർമ്മഫലത്തിൽ നാം ഒരു കുറവും വരുത്തുകയില്ല. ഓരോ വ്യക്തിയും തൻ്റെ പ്രവർത്തനത്തിന് പകരം പണയത്തിലാണ്. അവർ ആശിക്കുന്ന പഴങ്ങളും മാംസവും നാം അവർക്ക് ധാരാളം കൊടുക്കും. അവരതിൽ പാനപാത്രങ്ങൾ പരസ്പരം കൈമാറും. അവിടെ ഒരു അനർത്ഥവാക്കും പ്രവൃത്തിയും ഉണ്ടാവുകയില്ല. ചിപ്പികളിൽ ഒളിഞ്ഞു കിടക്കുന്ന മുത്തുകളെപ്പോലെ അഴകാർന്ന ഭൃത്യന്മാർ അവർക്ക് ചുറ്റും ഉണ്ടാകും. അവർ പരസ്പരം അഭിമുഖീകരിച്ച് വിശേഷങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അവർ പറയും, ഇതിനു മുമ്പ് നാം നമ്മുടെ കുടുംബത്തിൽ ഭയന്നു ജീവിച്ചവരായിരുന്നല്ലോ. അത് കാരണം അള്ളാഹു നമുക്ക് കനിഞ്ഞേകിയ നരകശിക്ഷയിൽ നിന്ന് അവൻ നമ്മെ സംരക്ഷിച്ചു. ഇതിനു മുമ്പ് നാം അവനെ ആരാധിക്കുന്നവർ തന്നെയായിരുന്നല്ലോ. നിശ്ചയം അവൻ ഏറെ ഗുണം ചെയ്യുന്നവനും പരമദയാലുവുമാണ്. അതിനാൽ നബിയേ, താങ്കൾ ഉത്ബോധനം നടത്തുക. താങ്കളുടെ റബ്ബിൻ്റെ അനുഗ്രഹത്താൽ താങ്കൾ ഒരു ജ്യോത്സ്യനുമല്ല, ഭ്രാന്തനുമല്ല. സത്യവിശ്വാസികൾ അവരുടെ സന്താനങ്ങളെ സന്മാർഗത്തിലായി വളർത്തിയാൽ സ്വർഗത്തിൽ ആ മാതാപിതാക്കളോട് കൂടെ മക്കളെയും ഒരുമിപ്പിക്കും. മക്കൾ എത്ര താഴ്ന്ന പടിയിലാണെങ്കിലും മാതാപിതാക്കളുടെ സ്ഥാനത്തേക്ക് അവരെ ഉയർത്തും. ആ മാതാപിതാക്കളുടെ മനം കുളിർപ്പിക്കാനാണത്. ഭൗതിക ലോകത്ത് റബ്ബിനെ ഭയന്നും അവൻ്റെ ശിക്ഷയെ പേടിച്ചും കഴിഞ്ഞുകൂടി പാപങ്ങളും സുഖസൗകര്യങ്ങളും വർജിച്ചു.